ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതീഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ പ്രാവശ്യം വാക്സിൻ എടുക്കാൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതും എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വാക്സിൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം എങ്ങനെ വാക്സിൻ എടുക്കാൻ രജിസ്റ്റർ ചെയ്യാമെന്നെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, അതുപോലെ തന്നെ ആദ്യ കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം. നിങ്ങൾക്ക് വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. വീഡിയോകൾ കണ്ടാൽ മാത്രം പോരാ, ഇതറിയാത്തവർക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോകൾ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ കോവിൻ എന്ന് പറയുന്ന സൈറ്റിൽ പോവുക. സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കിത് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ചെയ്യാവുന്നതാണ്. മൊബൈലിലാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ബ്രൗസറിൽ ചെയ്യാവുന്നതാണ്. ആരോഗ്യ സേതു ആപ്പ് വഴിയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരുപാട് പേർ കംപ്ലൈന്റ് പറയുന്നുണ്ട്, ആപ്പ് കറക്റ്റ് അല്ല എന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ വാക്സിൻ എടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത അതേ മൊബൈൽ നമ്പർ തന്നെ രണ്ടാമത്തെ പ്രാവശ്യവും കൊടുക്കുക. നമ്പർ കൊടുത്ത ശേഷം ഗെറ്റ് OTP കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP അതേ രീതിയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ വരുന്നതായിരിക്കും. അതിൽ ഡോസ് 1, ഡോസ് 2 എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ പാർഷ്യലി വാക്സിനേറ്റഡ് എന്നും എഴുതിയിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ഡോസ് എടുത്തിട്ടുണ്ട്, ഇനി രണ്ടാമത്തെ ഡോസ് എടുക്കണം എന്നാണ് അതിനർത്ഥം. ഡോസ് 1 നേരെ എഴുതിയിരിക്കുന്ന തൊളിക്കോട് എന്ന് കാണുന്നതാണ് സ്ഥലം. ഏത് ഹോസ്പിറ്റലിലാണ് ഡോസ് 1 എടുത്തത് എന്നാണ് അതിനർത്ഥം. അതുപോലെ തന്നെ ഏത് ഡേറ്റ് ആണ് എടുത്തത് എന്നുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഡോസ് 2ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡ്യൂ ഡേറ്റ് 1 മെയ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്യൂ ഡേറ്റ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡോസ് 2 എടുക്കേണ്ട സമയം ഇതിനുള്ളിൽ തീരുമെന്ന്. എന്നാൽ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഡോസ് 2 എപ്പോഴാണ് കൃത്യമായി എടുക്കേണ്ടത് എന്ന് അറിയണമെങ്കിൽ സൈഡിൽ കാണുന്ന സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡോസ് 1 എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും, ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും ഏതു വാക്സിനാണ് എടുത്തതെന്നും അതുപോലെ തന്നെ എപ്പോഴാണ് അടുത്ത വാക്സിൻ എടുക്കേണ്ടത് എന്നും കൃത്യമായി എഴുതിയിരിക്കും. അപ്പോൾ അത് നോക്കിയ ശേഷം നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഒരു പ്രാവശ്യം കോവിഷീൽഡ് എടുത്ത വ്യക്തി രണ്ടാമത്തെ ഡോസ് എടുക്കുമ്പോഴും അതേ മരുന്ന് തന്നെ എടുക്കേണ്ടി വരും. മാറിയെടുക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് ഏത് ഡേറ്റിനാണ് പോവാൻ താല്പര്യം ആ ഡേറ്റ് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഒരു സമയത്ത് 4 പേർക്ക് വരെ ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഷെഡ്യൂൾ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്യാൻ പറയും. നിങ്ങളുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ അവിടെയുള്ള ഹോസ്പിറ്റലുകൾ ഏതാണോ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതേ രീതിയിലാണ് വരുന്നതെങ്കിൽ, അതായത് നോ അപ്പോയിൻമെൻറ്റ് ഈസ് അവൈലബിൾ എന്നാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വരുന്നതിന് കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം വാക്സിൻ ഒരിടത്തും കിട്ടാനില്ല. വാക്സിൻ ഇല്ലാതെ വരുമ്പോഴാണ് ഇതേ രീതിയിൽ കാണിക്കുന്നത്. വാക്സിൻ കൂടുതൽ വരുമ്പോൾ വീണ്ടും ഞാനിട്ട ആദ്യ വീഡിയോയിലുള്ളതുപോലെ ഹോസ്പിറ്റലും ഡേറ്റുമെല്ലാം കാണാൻ സാധിക്കും. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുപോലെ തന്നെ ആദ്യ കമൻറ്റിലുമുണ്ട്. ബാക്കിയെല്ലാം അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത് മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വാക്സിൻ എടുക്കാനുള്ള അപ്പോയിൻമെൻറ്റ് സ്ലിപ്പ് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് പറ്റില്ല, നിങ്ങൾക്ക് വേറൊരു ഡേറ്റിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്യാം. അതിനായി ഇതുപോലെ റീഷെഡ്യൂൾ ക്ലിക്ക് ചെയ്ത് ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്, ഷെഡ്യൂൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. റീഷെഡ്യൂൾ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കൊടുത്ത ഡേറ്റിൽ അപ്പോയിൻമെന്റ് ആയ ശേഷമായിരിക്കും റീഷെഡ്യൂൾ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അടുത്ത വീഡിയോയിൽ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്തവർ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതായിരിക്കും അടുത്ത വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.